أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طاسين تلك آيات القرآن وكتاب مبين هدى وبشرى للمؤمنين الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم فهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1264 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിൻ്റെ ആമുഖമാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. താസീൻ തിൽക ആയാത്തുൽ ഖുർആനി വകിതാബിൻ മുബീൻ ഹുദൻ വബുശ്റാ ലിൽ മുഅ്മിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون إن الذين لا يؤمنون بالآخرة زينا لهم أعمالهم وهم يعمهون أولئك الذين لهم سوء العذاب وهم في الآخرة هم الأخسرون وإنك لتلقى القرآن من لدن حكيم عليم. صدق الله العلي العظيم. സൂറത്ത് ശുഅറയുടെ പഠനം നമ്മൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കുകയുണ്ടായി. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്ത് നംലിന്റെ പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്ത് നംല് 93 ആയത്തുകളുള്ള മക്കയിൽ അവതരിച്ച സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യ നിർവഹണ കാലത്ത് ഏകദേശം അതിന്റെ മധ്യഘട്ടത്തിലായിട്ട് അവതരിച്ച സൂറത്താണ് സൂറത്ത് നംല്. അതിന്റെ ക്രമം ശുഅറഉം നംലും അതിനെ തുടർന്ന് അൽ ഖസസും അവതരിച്ചു എന്ന വിധത്തില് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാൻ സാധിക്കും. സൂറത്ത് ശുഅറയുടെ അവതരണത്തെ തുടർന്നുള്ള ഘട്ടത്തില് സൂറത്ത് നംലും സൂറത്ത് നംലിന്റെ തുടർച്ചയായിട്ട് അതിനെ തുടർന്ന് സൂറത്തുൽ ഖസസും അവതരിച്ചിരിക്കുന്നു എന്ന വിധത്തില് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അതുപോലെ ജാബിർ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നീ പ്രമുഖരായ സഹാബിമാര് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഈ സൂറത്തിന്റെ ഉള്ളടക്കവും അതിന്റെ ശൈലിയും
അതിന്റെ പ്രതിപാദന വിഷയങ്ങളുമൊക്കെ, പ്രതിപാദ്യ വിഷയങ്ങളുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് എത്തിച്ചേരാവുന്ന ഒരു ധാരണ ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കയിലെ പ്രബോധന ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിലാണ് അവതരിക്കുകയുണ്ടായത് എന്നാണ്. സൂചിപ്പിക്കപ്പെട്ട പോലെ 93 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പേര് അന്നംല് എന്നാണ്. നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ് അർത്ഥം. ഇതിലെ 18ാമത്തെ ആയത്തില് ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംലി ഖാലത്ത് നംലത്തുൻ യാ അയ്യുഹൻ നംലു ഉദ്ഖുലു മസാക്കിനക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉറുമ്പിനെ പരാമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഉറുമ്പുകളുടെ താഴ്വരയെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗം ഈ സൂറത്തിന്റെ 18ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. അതിൽ നിന്നാണ് ഈ സൂറത്തിന് ആ പേര് ലഭിച്ചിട്ടുള്ളത്. ഈ സൂറത്തിൽ അങ്ങനെ ഒരു പ്രതിപാദനമുണ്ട് എന്നത് മാത്രമേ അതിന്റെ തലക്കെട്ടായിട്ട് അത് സ്വീകരിക്കപ്പെടുന്നതിന് കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ സൂറത്ത് ഉറുമ്പുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതോ അല്ലെങ്കിൽ ഉറുമ്പുകളെ മുഖ്യമായ വിഷയമായി പരിഗണിച്ചുകൊണ്ടോ എന്നുള്ളതല്ല. ഈ സൂറത്തിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് ഒരു പേര് തിരഞ്ഞെടുക്കപ്പെട്ടു, ആ പേര് പ്രയോഗത്തിൽ വന്നു എന്നേ ഉള്ളൂ. ഇതാണ് സൂറത്തു നംലിന്റെ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. ഇതിലെ പ്രതിപാദ്യങ്ങള്, ഈ സൂറത്തില് കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങള് ഈ കാലഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തില് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകളില് പ്രതിപാദ്യങ്ങളോട് വലിയ സാദൃശ്യമുള്ള, സമാനതകളുള്ള വിധത്തിലുള്ള വിഷയങ്ങളാണ് ഈ സൂറത്തിലും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൽ 2 പ്രഭാഷണങ്ങള് പോലെ ഈ സൂറത്ത് നമുക്ക് വായിക്കുമ്പോൾ അനുഭവപ്പെടും. അതിലൊന്നാമത്തേത് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക്, അത്തരം ആളുകൾക്ക് മാത്രമേ ഈ ദൈവികമായ വെളിപ്പാട് പ്രയോജനപ്പെടുകയുള്ളൂ. അവർക്കാണ് ശുഭവാർത്ത, സന്തോഷവാർത്ത നൽകപ്പെടാനായിരിക്കുന്നത് എന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കാണാൻ സാധിക്കും. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, അവയെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെയും പാരത്രിക ജീവിതം എന്ന യാഥാർത്ഥ്യത്തെയും പ്രവാചകത്വം എന്ന അടിസ്ഥാന ആശയത്തെയും ഒക്കെ ഈ സൂറത്ത് മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു അടിത്തറ ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്നാൽ ഇതിനെ നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പൊതുവായൊരു പ്രത്യേകത, അവര് പാരത്രിക ലോകത്തെ, പാരത്രിക ജീവിതത്തെ നിഷേധിക്കുന്നു എന്നതാണ്. മനുഷ്യജീവിതത്തിന്റെ ഐഹിക ലോകത്തെ എല്ലാ ഇടപാടുകളെയും ഉത്തരവാദിത്ത ബോധമുള്ള വിധത്തിലാക്കി മാറ്റുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഘടകമാണ് മരണശേഷം ഒരു പാരത്രിക ജീവിതം എല്ലാവർക്കും ഉണ്ട് എന്ന സംഗതി. ഈ ആളുകളെ നിഷേധികളാക്കുന്നതും നിരുത്തരവാദപരമായ വിധത്തിൽ പെരുമാറുന്നവരാക്കി മാറ്റുന്നതും ഒക്കെ ജീവിതത്തിന്റെ യാതൊരു കാര്യത്തിനും ഒരു ആൻസറബിലിറ്റിയും ഇല്ല. പ്രത്യേകിച്ച്
അനന്തരഫലങ്ങളൊന്നും ഉണ്ടാവുകയില്ല. എല്ലാം ഇവിടെ അനുഭവിച്ചതും ഇവിടെ കണ്ടതും ആസ്വദിച്ചതും ഇവിടെ നേരിടേണ്ടി വന്നതും ഒക്കെയായ കാര്യങ്ങളായിട്ടങ്ങ് തീർന്നു പോകും, ഒടുങ്ങിപ്പോകും. പിന്നെ ഒന്നുമില്ല, മരണത്തോടെ എല്ലാം കഴിഞ്ഞു എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകളാണ്. അങ്ങനെ സ്വീകരിക്കുന്നതിന് യാതൊരു പിൻബലവും അവർക്കില്ല. അവർ പാരത്രിക ലോക ജീവിതത്തിലേക്ക് പോയി തിരിച്ചു വന്നിട്ടില്ല എന്നതൊഴിച്ചു നിർത്തിയാൽ വേറെ ന്യായങ്ങളൊന്നും അവർക്ക് പറയാനുണ്ടാവില്ല. അപ്പം അത്തരം ആളുകള് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ നിഷേധിക്കുന്നവരായിട്ട് അതില് ചടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ അതിന്റെ മുഖ്യമായ കാരണം അവർക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടും, തങ്ങളുടെ ചെയ്തികൾക്കും നിലപാടുകൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരും എന്ന ഒരു വിശ്വാസമില്ലാത്തതാണ് അവരെ വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാത്തവരായി, നിഷേധിക്കുന്നവരായി മാറ്റുന്നത്. അത് അക്കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും ഉത്തരവാദിത്തം കാണിക്കാത്തവരായിട്ട് മാറാൻ അവരെ പ്രേരിപ്പിക്കുന്നു എന്നത് കൂടി ഒരു വസ്തുതയാണ്. 2-3 ചരിത്ര സംഭവങ്ങൾ ഈ സൂറത്തില് ഈ ഒരു പശ്ചാത്തലത്തില് ഇവിടെ വിവരിക്കപ്പെടുന്നുണ്ട്. അതിലൊന്നാമത്തത് ഫിറഔൻ സമൂഹത്തിന്റെ ധിക്കാരപരമായ നിലപാടുകളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ സമൂദ്, ലൂത്ത് സമൂഹങ്ങള്, സമൂദ് ഗോത്രവും ലൂത്ത് അലൈഹിസ്ലാമിന്റെ സമൂഹവും ഒക്കെ സ്വീകരിച്ച നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അവര് പരലോക നിഷേധം കാണിച്ചത് അവരുടെ ധിക്കാരത്തിനും ആത്മപൂജക്കും ഒക്കെ കാരണമായി മാറിയതും നീചവൃത്തികള് നിർലജ്ജം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർക്ക് പ്രേരണയായതുമൊക്കെ ഈ പാരത്രിക ജീവിത നിഷേധം കൊണ്ടാണ് എന്നതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. അപ്പോ പാരത്രിക ജീവിതത്തെ നിഷേധിച്ച 2-3 വിഭാഗങ്ങളുടെ ജീവിത നിലപാടുകള് ധിക്കാരപരമായി മാറിയതും അവര് നികൃഷ്ടന്മാരും നീചന്മാരും ഒക്കെയായി മാറിയതും എങ്ങനെ എന്നത് പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുകയാണ് അവിടെ. വേറെ ഒരു കഥ, രണ്ടാമത്തെ ഈ സൂറത്തിൽ വിവരിക്കപ്പെടുന്ന ഒരു കഥ സുലൈമാൻ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഏറ്റവും ഉത്തമമായ ജീവിത ചര്യ പിന്തുടർന്നിരുന്ന സുലൈമാൻ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ അവസരമുണ്ടായ അള്ളാഹുവിന്റെ പ്രവാചകൻ. അധികാരവും സ്ഥാനവും പദവിയും എല്ലാ നിലക്കുമുള്ള വലിയ ഔന്നത്യവും ഗരിമയും ഒക്കെ പകർന്നു നൽകുന്ന വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ പലതും ഉണ്ടായിട്ടും സുലൈമാൻ അലൈഹിസ്സലാം മക്കയിലിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും ഭാവനയിൽ പോലും കാണാൻ കഴിയാത്ത അത്രയും വലിയ സമ്പത്തിന്റെയും ധനത്തിന്റെയും ഒക്കെ ഉടമയായിരുന്നിട്ട് പോലും അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റത്തെ വിനയാന്വിതനായിക്കൊണ്ട് ശിരസ് കുനിക്കുന്ന, അവന്റെ മുന്നിൽ ഏറ്റവും ഏറെ എളിമ കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് സുലൈമാൻ അലൈഹിസ്സലാം നമുക്ക് നൽകുന്നത്. അതാണ് സുലൈമാൻ അലൈഹിസ്സലാമിനെ വ്യതിരക്തനാക്കുന്നത്. പാരത്രിക ജീവിതത്തിൽ വിശ്വാസം ഉള്ള, ദൗത്യബോധമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഒരാള് എത്ര വലിയ സൗഭാഗ്യങ്ങൾ നൽകപ്പെടുകയാണെങ്കിലും അഹങ്കാരികളാവുകയില്ല, തൻപോരിമ കാണിച്ച് ആത്മപൂജ കാണിക്കുന്നവരായി മാറുകയില്ല എന്നൊരു കാര്യം സുലൈമാൻ അലൈഹിസ്സലാമിന്റെ ജീവിത സാഹചര്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അല്ലാഹു
നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ഒരു കഥ, 3 മുഖ്യമായ കഥകളുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ. അത് മലിക്കത്ത് സബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഷീബ രാജ്ഞി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ക്വീൻ ഓഫ് ഷീബ അല്ലെങ്കിൽ മലിക്കത്തു സബ വളരെ പ്രശസ്തയാണ്. വലിയ അധികാരവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ്. വളരെ വലിയ സമ്പന്നതയുള്ള ആളാണ്. കൽപ്പിക്കുന്നത് എന്തും നടപ്പിലാക്കാൻ തയ്യാറായി നിൽക്കുന്ന വലിയൊരു സേനയും അതുപോലെ ഉദ്യോഗസ്ഥ വൃന്ദവും ഉണ്ടായിരുന്ന ഒരു വലിയ അധികാരം കൈയാളിയിരുന്ന ഒരു സ്ത്രീ, ഒരു രാജ്ഞി. അവർ പിന്തുടർന്നിരുന്നത് ബഹുദൈവത്വ വിശ്വാസത്തിന്റെ ഒരു ജീവിത രീതിയാണ്. പക്ഷെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള അവസരം ഉണ്ടായപ്പോൾ ഹക്ക് അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കുകയും ആത്മപൂജയിൽ വഞ്ചിതയാവാതെ എല്ലാവിധ പ്രതിസന്ധികളെയും മറികടക്കുകയും ചെയ്ത ഒരു ഉദാഹരണമാണ്, ഒരു സംഭവമാണ് ഷീബ രാജ്ഞിയുടെ മലിക്കത്ത് സബന്റെ ജീവിതം വെളിപ്പെടുത്തുന്നത്. ഹക്ക് ഉൾക്കൊള്ളുമ്പോൾ സത്യബോധമുള്ള ആളുകള് അത് സ്വീകരിക്കാൻ സന്നദ്ധയാവുകയും അല്ലെങ്കിൽ സന്നദ്ധനാവുകയും എന്നിട്ട് ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഉദാത്ത മാതൃകയായിട്ട് ഈ മലിക്കത്ത് സബനെ അള്ളാഹുവിടെ ഉയർത്തി കാണിക്കുകയാണ്. അവരും അവരുടെ ഭൗതിക ലോക സൗഭാഗ്യങ്ങളുടെ പേരിൽ അഹന്ത കാണിക്കുകയോ അതിൽ വഞ്ചിതയാവുകയോ ഒന്നും ചെയ്യുകയുണ്ടായിട്ടില്ല. ഈ 3 കഥകൾക്ക് ശേഷം ഈ സൂറത്തിൽ മുഖ്യമായി പ്രതിപാദിക്കപ്പെടുന്ന ഒരു കാര്യം, പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ, ദൈവിക ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകളോട് അള്ളാഹു ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അതിന്റെ ചൈതന്യം അതിന്റെ മുഖ്യമായ മുന എന്ന് പറയുന്നത് മക്കക്കാരോട് ഉന്നയിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഈ പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളൊക്കെ തന്നെ ഏകദൈവത്വത്തിനുള്ള തെളിവാണോ, അതല്ല നിങ്ങൾ പിന്തുടരുന്ന ബഹുദൈവത്വത്തിനുള്ള തെളിവാണോ, എന്താണ് എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ഏകനായ, എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാറ്റിന്റെ മേലും നിയന്ത്രണമുള്ള, അധികാരമുള്ള, എല്ലാറ്റിനെയും സൃഷ്ടിച്ചവനും നിലനിർത്തി പോരുന്നവനുമായ അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടുത്തുന്ന തെളിവാണോ ഈ പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങൾ, അതല്ല നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങളുടെയും അതുപോലെയുള്ള ദിവ്യ ശക്തികൾ ആയിട്ട് നിങ്ങൾ കാണുന്നവയുടെയും ഒക്കെ അവയുടെ ശക്തി വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണോ എന്നതാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ശിർക്കിനുള്ള തെളിവാണോ ഈ പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങൾ, അതല്ല തൗഹീദിനുള്ള തെളിവുകളാണോ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇത്തരം പ്രാപഞ്ചിക യാഥാർത്ഥ്യങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ ഈ പ്രബോധിത സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്ന വിധത്തിലുള്ള വസ്തുതകൾ വെളിപ്പെടുത്തുകയാണ്. ഇവരുടെ ധാരണ എല്ലാം തന്നെ ഒടുവിൽ മണ്ണായി തീരും, പിന്നീട് ഒന്നുമില്ല, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്നൊക്കെയുള്ളതായിരുന്നു. അത് അവരുടെ പ്രജ്ഞാശൂന്യതയില്, ആത്മബോധമില്ലാത്ത, സത്യബോധമില്ലാത്ത, അവരുടെ ഏറ്റവും വലിയ ബുദ്ധിശൂന്യതയില്
ആണ്ടുകിടക്കുന്ന അവസ്ഥയിൽ അവരുടെ നിലപാട് അതാണ്. അത്തരം ആളുകളെ പ്രപഞ്ചത്തിലെ പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവരെ കണ്ണു തുറപ്പിക്കുന്നതും കാര്യങ്ങളെ കേട്ട് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്നതുമൊക്കെ തന്നെ. ആ വിധത്തിലുള്ള താക്കീതുകളാണ് ഇവിടെ നൽകപ്പെടുന്നത് ഈ സൂറത്തിൽ. അള്ളാഹുവിന്റെ ഏകനായ റബ്ബിന്റെ പ്രപഞ്ചനാഥന്റെ അടിമത്തത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ് ഈ സൂറത്ത് മക്കയിലെ ഈ അഭിസംബോധിതരായ ആളുകളോട് ആവശ്യപ്പെടുന്നത്. അത് ഉൾക്കൊണ്ട് അംഗീകരിക്കുന്നുവെങ്കിൽ അതിന്റെ ഗുണം അവർക്ക് തന്നെയാണ്. അതവര് നിഷേധിക്കുന്നുവെങ്കിൽ അതിന്റെ ദോഷഫലം ഏറ്റുവാങ്ങേണ്ടി വരുന്നതും അവര് തന്നെയാണ്. അള്ളാഹു അവർക്ക് അനുവദിച്ച സമയം വളരെ നിർണിതമാണ്. ആ സമയം കഴിയുന്നതോടെ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടുള്ള അള്ളാഹുവിന്റെ വിധി ഉണ്ടാകുന്നതോടുകൂടി സമയം അവസാനിച്ചു. അതിനുശേഷം അവര് ഞങ്ങളിത് അംഗീകരിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നതാണ് താക്കീത് നൽകപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ളൊരു കാര്യം. ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായിട്ട് സൂചിപ്പിക്കാനുണ്ടായിരുന്ന സംഗതികൾ. 93 ആയത്തുകൾ അടങ്ങിയ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന്റെ ഏകദേശം മധ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്തു നംല്, അതിന്റെ പേരിന്റെ സാങ്കത്യം ഞാൻ പറയുകയുണ്ടായി. 18-ാമത്തെ ആയത്തിൽ അങ്ങനെ ഒരു പരാമർശം സുലൈമാൻ അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വിവരണത്തിന്റെ ഭാഗമായിട്ട് ഉറുമ്പുകളുടെ താഴ്വര എന്ന വിധത്തിലുള്ള ഒരു പരാമർശം വരുന്ന സംഗതിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സൂറത്തിന് ആ പേര് വന്നിട്ടുള്ളത്. ഈ സൂറത്തിന്റെ മുഖ്യമായ പ്രതിപാദ്യ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോ സൂറത്തു നംലിന്റെ ഉള്ളടക്കം, അതിന്റെ മുഖ്യമായ പ്രതിപാദ്യ വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംഗതികളൊക്കെയാണ്. 2-3 ചരിത്ര സംഭവങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. അതുപോലെ ഈ സൂറത്തിന്റെ മുഖ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില യുക്തി തലത്തിൽ നിന്നുകൊണ്ടുള്ള ചില വാദങ്ങളും ചില ന്യായങ്ങളും ഒക്കെ നമ്മളെ ഈ സൂറത്ത് കേൾപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായിട്ട് നിങ്ങളുമായി പങ്കുവെക്കാനുണ്ടായിരുന്നത്. ഈ സൂറത്തിന്റെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് അത് ഇന്ന് വിശദീകരിക്കുകയാണെങ്കിൽ മുഴുമിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാനത് നാളേക്ക് നീക്കിവെക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിന്റെ ആയാത്തുകളുടെ പഠനം നമുക്ക് നാളെ ആരംഭിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.